ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അവൽ മിൽക്ക് അതിലും ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയാലോ? ഞാൻ വീട്ടിലുണ്ടാക്കി കഴിച്ചതിന് ശേഷം പുറത്തുപോയി കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിന്റെ അത്ര ഇഷ്ടപ്പെടാറില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊരിയവലും പാളയംകുടം പഴം കപ്പലണ്ടിയാണ്. ഇതിന്റെ കൂടെ ബാക്കിയുള്ള ഐറ്റംസും കൂടെ ചേരുമ്പോൾ അടിപൊളിയാവും കേട്ടോ. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊരിയവലാണ് കേട്ടോ. സാധാ അവലല്ല. ഇനിയിപ്പോ പൊരിയവൽ ഇല്ലെങ്കിൽ സാധാ അവലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ പൊരിയവല് കിട്ടാത്തപ്പോൾ സാധാ അവലും വെച്ച് ഉണ്ടാക്കി കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പൊരിയവല് നമുക്ക് സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ഹോൾസെയിൽ കട പലചരക്ക് കടയിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കറക്റ്റ് അവൽ മിൽക്ക് റെസിപ്പിയിൽ നമ്മൾ പൊരിയവല് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബൂസ്റ്റും അതുപോലെ തന്നെ പാൽപ്പൊടിയാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കപ്പലണ്ടിയാണ് കേട്ടോ. അവിടെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാല് ഞാനിവിടെ കട്ട പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് തല്ലി പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പാളയംകുടം പഴമാണ്. ഇതിലേക്ക് പാളയംകുടം പഴം തന്നെ എടുക്കണം. നമ്മൾ മറ്റുള്ള പഴമൊന്നും ചേർത്താൽ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ഞാനിവിടെ ഒരു 8 പേർക്കുള്ള അവൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 പാളയംകുടം പഴം വലുത് എടുക്കുന്നുണ്ട്. പാളയംകുടം പഴം ചേർക്കുമ്പോഴാണ് ഒരു മധുരവും പുളിയും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാട്ടോ. നമുക്ക് ഞാലിപ്പൂവൻ അല്ലെങ്കിൽ മറ്റുള്ള പഴങ്ങളൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് നമുക്ക് ആ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു കാരണവശാലും മിക്സിയിൽ ജാറിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി. നമുക്ക് കഴിക്കണ സമയത്ത് അത് വായിലിട്ട് കഴിക്കാനായിട്ട് നമുക്ക് കിട്ടണം. ഞാൻ ഒരിക്കൽ ഒരു ഷോപ്പിൽ ചെന്ന സമയത്ത് പാലിന്റെ കൂടെ അവർ അരച്ചിട്ടാണ് ചേർത്തിട്ടുണ്ടായത്. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ബൂസ്റ്റും അതുപോലെ തന്നെ പാൽപ്പൊടിയും ചേർക്കാൻ 2 പാക്കറ്റ് വീതം ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ബൂസ്റ്റും പാൽപ്പൊടിയും അതുപോലെ തന്നെ മധുരവും പഴവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആവും. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഭവം എന്ന് പറയുന്നത്. ഇത് നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നതിന് മുന്നേ നമുക്കത് സെർവ് ചെയ്താൽ മതി. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊരിയവലൊക്കെ വല്ലാണ്ടങ്ങ് തണുത്ത് പോകും കേട്ടോ. അതിലും നല്ലത് നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ആ ഒരു പൊരിയവലിന്റെ ഒക്കെ ഒരു ക്രിസ്പിനെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുക. ഞാനിത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നന്നായിട്ട് തണുത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിക്കുന്നതിന് മുന്നേ ആണ് ആ സെറ്റ് ചെയ്യല്. ഇനി ഞാനിത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കും. പിന്നെ പൊരിയവല ഇട്ട് കൊടുക്കും. അതിന്റെ മുകളിൽ നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കും. അതിന്റെ മുകളിൽ നമുക്ക് ഓപ്ഷണൽ ആണ് ഐസ്ക്രീമും അതുപോലെ തന്നെ ബൂസ്റ്റിന്റെ പൊടിയും കൂടെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ടൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഒന്നും ചേർക്കാറില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം അത് നമുക്ക് മിക്സ് ചെയ്യാനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക് യു.